എന്നെയും എന്റെ കൂട്ടുകാരനെയും കൊന്നുകളയാൻ വേണ്ടി ഖുറൈശികളുടെ 100 ഒട്ടകം മോഹിച്ച് അന്വേഷിച്ചു വരുന്ന സുറാഖ, നിന്റെ കൈത്തണ്ടയിൽ കിസ്റാ ചക്രവർത്തിയുടെ സുവർണ വളകൾ അണിയുന്ന ദിവസം വരും. എന്തായിരിക്കും അന്ന് നിന്റെ അവസ്ഥ? അത്ഭുത പ്രഖ്യാപനാണ്, പ്രവചനം. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഹുർമുസ് ചക്രവർത്തിയുടെ മകൻ കിസ്റ, ആ രാജാവിന്റെ സ്വർണ്ണ വളകളോ? അതേ, അത് നിന്റെ കൈകളിൽ അണിയുന്ന ഒരു ദിവസം വരും. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് അദ്ദേഹം പറയാ, എനിക്കൊരു ഉറപ്പ് തരണം. അവിടെ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു യഥാർത്ഥ മുഅ്മിൻ സിദ്ദീഖിന്റെ ഈമാനിലേക്ക് എത്തണം. പ്രതികൂലാവസ്ഥകൾ കാണുമ്പോൾ പ്രത്യേകമായി തുള്ളി ചാടിയില്ല, വിഷമാവസ്ഥകൾ കാണുമ്പോൾ ഒരു കുൽക്കും വരില്ല, എന്നാൽ സന്തോഷത്തിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോ ഒരു പ്രത്യേക വെപ്രാളവും ഇല്ല. ഇതാണ് സിദ്ദീഖ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ഹിജ്റ യാത്ര നടത്തിയ ചരിത്ര പഥങ്ങൾ, അതിന്റെ റൂട്ടുകൾ അടുത്ത കാലത്തായി സൗദി അറേബ്യയിലെ പ്രഗത്ഭരായ ചരിത്ര ഗവേഷകന്മാർ ഗൂഗിളിന്റെയും മറ്റു സഹായത്തോടെ വിപുലമായ റിസർച്ച് ചെയ്ത് പഠനം നടത്തി കണ്ടെത്തി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സൗർ പർവ്വത ഗുഹയിൽ 3 ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടി. അവിടെ നിന്ന് ഗൈഡ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീത്ത് എന്ന് പറയുന്ന മുസ്ലിം, അദ്ദേഹമായിരുന്നു വഴികാട്ടി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സാഹിബാണ്. അർദ്ധരാത്രിയില് അവര് ഗുഹ വിട്ട് ഇറങ്ങി എന്നാണ് പറഞ്ഞത്. സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു സഅദ് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉള്ളതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ആധുനിക ചരിത്ര ഗവേഷകർ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ അവരെത്തിച്ചേർന്ന് വിശ്രമിച്ച നട്ടുച്ച നേരത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്ന സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനാമ ഇൻദല്ലാഹി വ ഗവേഷകന്മാരൊക്കെ ഈ പർവ്വത പാറക്കല്ല് ഗുഹയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി അധികം വായിക്കുകയും ആധുനിക ഗവേഷകരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലമാണെന്ന് ഉറപ്പുവരുത്താനുള്ള കുറെ അറിവുകൾ നമുക്കും ലഭിക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് നേരിട്ട് എത്തിച്ചേരുക എന്നത് തീർച്ചയായും ഒരു ദൗത്യം തന്നെയാണ്. ഈ അടുത്ത മാസങ്ങൾക്കകം സൗദി അറേബ്യയിലെ പ്രമുഖരായ ചരിത്ര ഗവേഷകന്മാരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മക്കയിൽ നിന്നും മദീന വരെയുള്ള ഈ ഒരു യാത്ര അവര് സംവിധാനിക്കുന്നുണ്ട്. ബുക്കിംഗ് ഒക്കെ തുടങ്ങാറായി എന്നാണ് കേട്ടത്. ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഹെലികോപ്റ്ററിന്റെ സഹായം വരെ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇറങ്ങി വന്ന വഴികളെ കുറിച്ച് കുറെയൊക്കെ സിദ്ദീഖുൽ അക്ബറിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് കിട്ടും. ഓരോ പ്രധാന പോയിന്റിലും സയ്യിദുനാ റസൂലുള്ളാഹി വന്നത് പറയും, അടുത്ത പോയിന്റിൽ എത്തിയതും പറയും, അവിടെ എത്തിയ സമയവും ഇവിടുന്ന് പുറപ്പെട്ട സമയവും ഹദീസിലുണ്ടാവും. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ഗവേഷകര് മണിക്കൂറുകളും കിലോമീറ്ററുകളും കണക്കാക്കുന്നത്. ജബലു സൗറിൽ നിന്ന് തിരുനബിയും പ്രിയപ്പെട്ട സിദ്ദീഖും നടന്നു വന്ന വഴി ഒട്ടകപ്പുറത്ത്, ആ വഴിയിലൂടെ കണക്ക് കൂട്ടിയാൽ 35-36 കിലോമീറ്റർ വരുന്ന പറഞ്ഞു. സൗദിയൻ ചരിത്ര ഗവേഷകരൊക്കെ പറയുന്നത് 100% ഉറപ്പിക്കാവുന്ന ഒരടയാളമാണ് ആ പാല് കുടിച്ച പാറക്കെട്ട് നമ്മളിപ്പോഴും ഇരിക്കുന്ന ഈ സ്ഥാനം. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ നല്ല മുഹൂർത്തം തിരുനബിയോടുള്ള മഹബത്തിന്റെ ഭാഗമായി അവിടുന്ന് സഞ്ചരിച്ച വഴിക്ക് സഞ്ചരിക്കുക, അനുധാവനം ചെയ്യുക, പിന്തുടരുക, പിൻപറ്റുക. അല്ലാഹു തആല നമുക്ക് വഴി തെളിയിക്കട്ടെ. സഹീഹുൽ ബുഖാരിയിൽ തന്നെ വിശദമായി ഈ ഹദീസിന്റെ ഭാഷ്യമുണ്ട്. ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു സഅദ് കൂടുതൽ പറയുന്നുണ്ട്. എന്നാൽ വേറെയും പ്രമുഖ ചരിത്രകാരന്മാർ വിശദമായി പറയുന്നുണ്ട്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക്,
ജബലു സൗറിൽ നിന്ന് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് ഇറങ്ങിയതൊക്കെ കഥ നമുക്കറിയാം. വീട്ടിൽ നിന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ വഴി വന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ തിരുനബിയുടെ കിടപ്പിടത്തിൽ കിടത്തി മക്കക്കാരുമായുള്ള ഇടപാടുകളും മറ്റും വീട്ടാനും അമാനത്തുകൾ തിരിച്ചു കൊടുക്കാനും ഒക്കെ സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ ഏൽപ്പിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ പറയണ്ട. അങ്ങനെ ഗുഹയിൽ നിന്ന് ഞങ്ങൾ അത്താഴ നേരം അർദ്ധരാത്രിയാണ് പുറപ്പെടുന്നത്. നടന്നിട്ടാ പുറപ്പെടുന്നത്. അവിടുന്ന് പുറപ്പെട്ടിട്ട് നേരത്തെ നിർദ്ദേശിച്ച ഒരു സ്ഥലത്താണ് ഒട്ടകം കാത്തിരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിന്റെ അത് ത്വായിഫിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ വില കൊടുത്ത് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങി തീറ്റിപ്പോറ്റി കൊണ്ട് നടക്കുന്നതാണ്. അതിന്റെ വില അബൂബക്കർ സിദ്ദീഖാണ് കൊടുത്തത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു പറ്റില്ല, ഞാൻ തരുമത്. അവിടെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണം പറയുന്നുണ്ട്, തീവ്രമായി തന്നെ റസൂലുള്ളാഹി നിർബന്ധമായി കൊടുത്തു എന്നാണ് ഒട്ടകത്തിന്റെ വില. കാരണം ഈ യാത്ര തീർത്തും തന്റെ ചെലവിലും തന്റെ ബാധ്യതയിലും ആകാനുള്ള ആഗ്രഹം. അങ്ങനെ ഒട്ടകപ്പുറത്തുനിന്ന് അവര് യാത്ര തുടങ്ങുന്ന സ്ഥലമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ജബലു സൗറ് ആ ഭാഗമൊക്കെ ആധുനികമായി വിപുലീകരിച്ചിട്ടുണ്ട്. സിദ്ദീഖ് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ നടന്നു എന്നും ഞങ്ങൾ കഴിഞ്ഞു പോയ സ്ഥലം. അപ്പൊ സിദ്ദീഖിന് 3 ഹിജറ വരും. എന്തുകൊണ്ട്? സിദ്ദീഖ് കുറെ മുമ്പോട്ട് നടക്കും, ഒട്ടകത്തൊക്കെ ഒഴിവാക്കി. പിന്നെ കുറെ പുറകോട്ട് നടക്കും. ഇവര് സഹത്തിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്താണ് സിദ്ദീഖ് നീ കുറെ പുറകോട്ട് പോകും പിന്നെ കുറെ മുമ്പോട്ട് പോകുന്നു? അപ്പൊ സിദ്ദീഖ് പറയാണ്, അദ്കുറു ത്വലബ യാ റസൂലല്ലാഹ്, നമ്മെ പിന്തുടർന്ന് വരുന്ന അന്വേഷക സംഘത്തെ എനിക്ക് ഓർമ്മ വരും. അപ്പൊ അവരിവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ നോക്കാനാണ് ഞാൻ പുറകോട്ട് നടക്കുന്നത്. പിന്നീട് ഞാൻ മുൻപോട്ട് നടക്കുന്നത് അദ്കുറു റസദ, നമ്മളെ കാത്തിരിക്കുന്ന വല്ല ഒറ്റുകാരും വഴിയിലുണ്ടോ നോക്കാനാണ്. അപ്പൊ സിദ്ദീഖ് അങ്ങോട്ടും ഇങ്ങോട്ടും. റസൂലുള്ളാഹി പറയില്ല തഹസൻ ഇന്നല്ലാഹ മഅന. അതില് ഇബ്നു സഅദ് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, നടന്ന് കാലുകളിൽ അടയാളം വീണു റസൂലുള്ളാഹി. പ്രത്യേകിച്ച് വിരല് മാത്രം ഊന്നിയിട്ടാണ് പലയിടത്തും നടന്നത്. കാരണം അറബ് ആളുകൾക്ക് ലക്ഷണശാസ്ത്രം നല്ലപോലെ നിരീക്ഷിക്കാൻ കഴിയും. അപ്പം നടന്നുപോയ വഴി അടയാളങ്ങൾ, കാൽ മുദ്രകൾ കണ്ടാൽ തിരിച്ചറിയും. അങ്ങനെ അത് ഈ പറയുന്നുണ്ട്, അവരിലെ പ്രമുഖര് കണ്ടെത്തിയതൊക്കെ സൗറ് ഗുഹയിൽ അവരെത്തിയത് അടയാളം പിടിച്ചിട്ടാണ്. അപ്പൊ കാൽ വിരലുകൾ മാത്രം ഭൂമിയിൽ ഊന്നി നടക്കുമ്പോൾ എത്രത്തോളം പ്രയാസം ഉണ്ടാവും ആലോചിക്കും. ഒരു വേള സിദ്ദീഖുൽ അക്ബർ എന്നവര് പിന്നാര ഹബീബിനെ തോളത്തേക്ക് എടുത്തു വെക്കുന്നതിനെ പറ്റി പറയുന്നു. ഇതൊക്കെ ഏകദേശം ആധികാരിക ചരിത്ര നിവേദനങ്ങളിലൊക്കെ ഉള്ളതാണ്. 2 വയസ്സിന് ഇളയതാണ് സിദ്ദീഖ്. അത് റസൂലുള്ളാഹിന്റെ തോളത്തെ ഏറ്റിട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് മൗലാന ഷേഖ് നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച എന്താ? ബുറാഖ് അവിടെ ഇല്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമായ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളെയൊക്കെ സ്വീകരിക്കും. മിഅ്റാജിന്റെ യാത്ര അങ്ങനെയാണ്, വേറെ ആർക്കും അനുധാവനം ചെയ്യാനുള്ളതല്ലല്ലോ. ഹിജ്റ യാത്ര പാവപ്പെട്ടവർക്കും സൗകര്യമുള്ളവർക്കും സൗകര്യമില്ലാത്തവർക്കും എല്ലാ കാലത്തും ഹിജ്റ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന പ്രാവർത്തിക സന്ദേശമാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ കഷ്ടപ്പാടുകൾ. അല്ലാതെ അല്ലാഹു തആലക്ക് വഴി തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ എത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹത്താ റുഫിഅത് ലനാ സഖറത്തുൻ എന്നാണ് റിപ്പോർട്ട്. ഞങ്ങളുടെ മുൻപിൽ ഒരു വലിയ പാറ ഉയർന്നു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഈ പരിസരത്തൊന്നും ഇത്രയും വലിയ സിദ്ദീഖുൽ അക്ബർ വിശേഷിപ്പിച്ച അടയാളങ്ങളുള്ള ഒരു പാറയില്ല. പാറ ഉയർത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നതിനെ പറ്റി ചിലരൊക്കെ പറയുന്നുണ്ട്. അത് അത്ര സാങ്കത്യമല്ല. ഞങ്ങൾക്ക് പാറ പ്രത്യക്ഷപ്പെട്ടു എന്ന് അർത്ഥം വെച്ചാണ്. കഷ്ടിച്ച് ഒരാൾക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് എന്നാ പറയുന്നത്. അത് ഏകദേശം നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സ്ഥലമായിരിക്കാനാണ് സാധ്യത. ചരിത്ര ഗവേഷകന്മാരുടെ അഭിപ്രായത്തെ പുരസ്കരിച്ച് പറയാനേ നമുക്ക് കഴിയൂ. നമ്മുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇന്നത്തെ ഈ സ്ഥലം ഏതെങ്കിലും ഒരു വിധേന അഷ്റഫുൽ ഖൽഖിന്റെ സിദ്ദീഖിന്റെ നടത്തത്തിന്റെ വഴിയായിരിക്കാം. അത് മഹബത്ത് കൽബ് കൊണ്ടാണ്.
ആദർശം ആശയം എന്നൊക്കെ പറയുന്നത് മഹത്വത്താണ്. ഏതാവട്ടെ സിദ്ദീഖ് പറയാണ്, അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലം ഉച്ച നേരത്ത് കണ്ടപ്പോൾ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് തുണിത്തരങ്ങള് തട്ടി മാറ്റി വൃത്തിയാക്കി അവിടെ റസൂലുള്ളാഹിക്ക് വിരിച്ചു കൊടുത്തു. കാരണം 3 ദിവസമായിട്ട് ഉറക്കില്ല, ഭക്ഷണമില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ഇന്നിപ്പോഴും ഉച്ച സമയമായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഉറങ്ങാനുള്ള സൗകര്യം കൊടുത്തു എന്ന് സിദ്ദീഖ് പറയുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖ് നബിയോട് പറയുന്നുണ്ട്, അങ്ങ് സ്വസ്ഥായിട്ട് ഉറങ്ങിക്കോളൂ, ഞാനൊന്ന് പുറത്തൊക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അപ്പോഴും സിദ്ദീഖിന് എന്തില്ല, ഉറക്കില്ല, വിശ്രമമില്ല. കാരണം ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞാൽ ഇന്നല്ലാഹമാണ്. ഇതാണ് റസൂലുള്ളാഹിന്റെ മുദ്രാവാക്യം. അങ്ങനെ ഞാൻ കുറെ അങ്ങ് ചെന്നപ്പോഴുണ്ട് ഒരാട്ടിടയൻ കുറെ ആടുകളെ ഒക്കെ ഒരു ഭാഗത്ത് വെച്ച് ഈ ഭാഗത്തേക്ക് വരുന്നു. യുരീദു മാൻ യുരീദു എന്നാണ് സിദ്ദീഖിന്റെ വാക്ക്. ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വിശ്രമിക്കാൻ തണലുള്ള ഒരു സ്ഥലം, ഉച്ച വെയിലത്ത് ഒരു ചെറിയ തണൽ, ഒരു തുള്ളി തണൽ കിട്ടണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് സിദ്ദീഖ് പറയുന്നത്. അപ്പൊ സിദ്ദീഖ് പരിചയപ്പെട്ടു ആ കുട്ടിയെ. അബൂബക്കർ സിദ്ദീഖ് പൊതുവെ അറബ് വംശ ശാസ്ത്ര നിപുണനായിരുന്നു. എല്ലാവരെ പറ്റിയുള്ള ബോധമുണ്ട്. ഇത് ആരുടേതാണ് മോനെ നിന്റെ കയ്യിലുള്ള ആടുകൾ എന്ന് ചോദിച്ചപ്പോ ഒരാളെ പേര് പറഞ്ഞു. അത് മക്കയിലുള്ള വലിയൊരു ചെന്നിയുടേതാണ്. അത് സിദ്ദീഖിന് അറിയാം. അപ്പൊ പരമാവധി ആ കുട്ടിയെ അങ്ങോട്ട് എടുക്കാതിരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് ശ്രമിക്കുന്നുണ്ട്. നീ പാല് കറന്നു തരുമോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പൊ അറബികളുടെ പൊതു സ്വഭാവം അനുസരിച്ച് വഴിയാത്രക്കാർക്കൊക്കെ ആവും സൗജന്യമായി അനുവദിക്കും. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ പാറ കല്ല് തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്കാണ് ഇത് കറന്നു നിൽക്കുന്നത്. അത് ചിലപ്പോൾ ആട്ടിടയന്മാരൊക്കെ എപ്പോഴും പ്രയോജനപ്പെടുത്തുന്ന കല്ലുകൾ അവിടെ ഇവിടങ്ങളായി ഉണ്ടാവും, ഒരു കുണ്ടായിട്ടുള്ള. അവിടെയും ഹദീസിൽ പ്രത്യേക പ്രയോഗമുണ്ട്. അത് സിദ്ദീഖ് ഊരിയിട്ട് പൊടിയൊക്കെ ഒഴിവാക്കി. എന്നിട്ട് അല്പം വെള്ളമുണ്ട് സിദ്ദീഖിന്റെ കയ്യിൽ. ആ വെള്ളം കൊണ്ട് ആടിന്റെ അകിട് കഴുകുന്നുണ്ട്. അവിടെയൊക്കെ ശാരിഹകൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് സമർപ്പിക്കാൻ പോകുന്ന പാലാണ്. അപ്പൊ അതിന്റെ വൃത്തിയും അതിന്റെ ആരോഗ്യ സംരക്ഷണവും വേണം. അങ്ങനെ പാല് കിട്ടി. കൂടുതലൊന്നും ഉണ്ടാവില്ല, ആടിൽ നിന്നല്ലേ കിട്ടണത്. ആ പാലുമായി വന്നപ്പോ സിദ്ദീഖ് പറയാണ്, ഞാനിവിടെ എത്തിയപ്പോ പുന്നാര ഹബീബ് ഉറങ്ങാണ്, നല്ല ഉറക്കാണ്. അപ്പൊ ഞാൻ വിളിച്ചുണർത്തുന്നത് ശരിയല്ല, കാരണം ഈ പാലിനേക്കാളും സുശുദ്ധിയാണ്. അപ്പൊ ഞാൻ കുറച്ച് കാത്തിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ പറയാൻ എളുപ്പമാണ്. സ്വന്തം പിറന്ന നാടും വീടും കുടുംബവും ഒഴിവാക്കി ആ രാജ്യത്തിന്റെ ഉന്നത മുതലാളിമാരുടെ മകനാണ് ഈ പോകുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ഹാഷിമിന്റെ മകൻ, സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവരും കടന്നു പോയിട്ടുണ്ട് മദീനയിലേക്ക്. സിദ്ദീഖ് പലപ്പോഴും പറയും ഞാനും പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല, സിദ്ദീഖ് അബൂബക്കർ പോകരുത്, എനിക്ക് അനുവാദം ലഭിക്കുകയാണെങ്കിൽ എനിക്കൊരാൾ വേണം. അങ്ങനെയാണ് സിദ്ദീഖ് കാത്തിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ നേരത്തെ പോയിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അതുപോലെ പലരും പോയിട്ടുണ്ട്. അപ്പൊ അതൊരു വല്ലാത്തൊരു ആലോചനയാണ്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു ആദർശത്തിന് വേണ്ടി സ്വന്തം പിറന്ന മണ്ണും മേച്ചിൽപ്പുറങ്ങളും ഒഴിവാക്കുകയാണ്, ജീവിത സമ്പാദ്യം മുഴുവൻ ഒഴിവാക്കുകയാണ്. എന്നിട്ടും പോകാനൊരു സുഖമുണ്ടെങ്കിൽ തിരക്കടില്ല, നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ വന്ന് കിടന്നുറങ്ങുന്നത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എല്ലാ കിതാബിലും കാണാം. ഇപ്പൊ ഗവേഷകരുടെ പദപ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാര്യം. സിദ്ദീഖ് പറയാണ്, റസൂലുള്ളാഹി ഉണർന്നപ്പോ ഞാൻ ഈ പാല് ഉണ്ടാക്കും. അവിടെ ഒരു പ്രയോഗമുണ്ട്, അൽ ഫനാഖ്, സമർപ്പിതനായി പൂർണ്ണമായി പ്രേമഭാജനത്തിൽ മുഴുകുന്ന, ഒതുങ്ങുന്ന, രമിക്കുന്ന, വലയം കൊള്ളുന്ന ഒരു മഹബത്തുണ്ട്. അൽ ഫാനി ഫീ റസൂലില്ലാഹ്. അബൂബക്കർ സിദ്ദീഖിന് മാത്രമേ അതിന് കഴിയൂ. സിദ്ദീഖുൽ അക്ബറിന്റെ ശരീരം, ആഗ്രഹം, വിചാരം, വികാരം അതൊക്കെ റസൂലുള്ളാഹിയുടെ വിചാര വികാരങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹി ഹത്താ റളീതു. ബുഖാരിയിലെ ഒരു പോയിന്റ് അങ്ങനെയാണ്, റസൂലുള്ളാഹി കുടിച്ചു, എനിക്ക് തൃപ്തിയായി. മറ്റു ചില റിവായത്തിലുള്ളത് ഫശരിബൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ഇർതവൈതു.
എനിക്ക് ദാഹം തീരുന്നത് വരെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ പാല് കുടിച്ചു. പാല് കുടിക്കുന്നത് റസൂലുള്ളാഹിയാണ്. ദാഹം തീരുന്നത് ക്ഷമിക്കുന്നത് സുദ്ദീഖിനാണ്. ഇതാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സ്വാഹിബും ഉണ്ടായിട്ടില്ല. ഇത് യഖൂലു ലിസ്വാഹിബിഹി, ആദരവായ റസൂലുള്ളാഹിയുടെ ദാഹം തീർത്ത് വിശപ്പ് തീർന്ന് ആ പാല് കുടിക്കുന്നത് കണ്ടു നിൽക്കുന്ന സുദ്ദീഖിന്റെ ദാഹം തീർന്നു. ആ ചരിത്രപാതയിലൂടെ മുന്നേറി പ്രിയപ്പെട്ട നമ്മുടെ സൈദലവി നിരാല അന്വേഷിച്ച് ഗൂഗിൾ മാപ്പും ഇവിടുത്തെ ബന്ധപ്പെട്ടവരെയൊക്കെ കണ്ടുപിടിച്ച് ഈ സ്ഥലം കണ്ടെത്തി എന്നത് ഇപ്പോഴും കുറെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അന്വേഷകരും മറ്റും. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമ്മളെത്തി നമ്മുടെയും പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ദാഹം തീരണം. ആദരവായ സയ്യിദുന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ആ ഒരു അവസ്ഥ. നമ്മൾ 10-40 പേര് അൽഹംദുലില്ലാഹ് മദീന മുനവ്വറയിൽ നിന്ന് വന്ന് പരിശുദ്ധ മക്കയിൽ വന്ന് തവാഫ് ഉംറയും കഴിഞ്ഞ് ഇന്നിവിടെ ഈ ചരിത്ര സ്ഥാനത്തെ ഓർമ്മ വെച്ച് മുത്തം വെക്കാനുള്ള ഒരു മഹാഭാഗ്യം. ഫശരിബ റസൂലുള്ളാഹി ഹത്തർതവൈതു. ആ ഒരു പ്രയോഗത്തിനെ പറ്റി എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഹത്തർതവൈതു എന്ന റിവായത്ത് വെച്ചാലും റസൂലുള്ളാഹി തൃപ്തിപ്പെടുന്നത് വരെ കുടിച്ചു എന്നല്ല പറയുന്നത്. ഞാൻ തൃപ്തിപ്പെടുന്നത് വരെ റസൂലുള്ളാഹി കുടിച്ചു എന്നാണ്. അതായത് ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രത്തിനോട് പിന്നെ ഇവിടെ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പോവാണ്. എന്നിട്ട് സിദ്ദീഖ് പറയുന്നുണ്ട്, ഞങ്ങൾ പോയി അങ്ങനെ ഇന്ന സ്ഥലത്തെത്തി, ആ സ്ഥലത്ത് ഇന്ന അനുഭവം ഉണ്ടായി. ഒരു ഗോത്ര തലവനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. ആ ഗോത്ര തലവനോട് റസൂലുള്ളാഹി സംസാരിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കുന്നുണ്ട്. അദ്ദേഹം ഷഹാദത്ത് കലിമ ചെല്ലുന്നുണ്ട്. വേറെ ചില ഗോത്ര തലവന്മാരെയൊക്കെ സിദ്ദീഖ് കാണും. സിദ്ദീഖിനെ അവരെയൊക്കെ അറിയും. സിദ്ദീഖിന്റെ പേര് പറഞ്ഞാൽ അവരും സിദ്ദീഖിനെ അറിയും. ചിലർക്ക് ചോദിക്കുന്നുണ്ട്, മൻ ഹുവ മഅക്, ആരാണ് കൂടെയുള്ളത്? അപ്പൊ സിദ്ദീഖ് പറയുന്നുണ്ട്, ഹുവ ദലീലി ഫി തരീഖ്, അദ്ദേഹം എന്റെ വഴിയിലുള്ള വഴികാട്ടിയാണ്. കളവൊന്നും പറഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ബുദ്ധിയെയാണ് ഈ റിവായത്തൊക്കെ സൂചിപ്പിക്കുന്നത്. വേറെ ചില സ്ഥലത്തൊക്കെ സിദ്ദീഖ് രക്ഷപ്പെടാനുള്ള പലതും പറയുന്നുണ്ട്. എന്നിട്ട് വഴി തെറ്റി പോവാണ്. ഒരു ഹിജ്റ മക്കയിൽ നിന്ന് മദീന വരെ ഒരു 1.5 ഹിജ്റയായി മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നും തരീഖുൽ ഹിജ്റ ഈ വഴിയിലാണെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹൈവേ ഈ വഴിക്കല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ തന്നെ ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ പോയിട്ട് ഇൻഷാ അല്ലാഹ് സമയം വരുമ്പോൾ നമ്മൾ അവിടെയും പോകും. സമനിരപ്പ് പരപ്പ് സ്ഥലമുണ്ട്. അവിടെ നിന്ന് സിദ്ദീഖ് മുന്നോട്ടും പോകുന്നു, പുറകോട്ടും പോകുന്നു. അപ്പോഴും ദൂരെന്ന് ഒരു കുതിര, അശ്വഭടൻ, പക്ഷിയാണ് എന്ന് തോന്നി. പറപ്പ് അമ്മാതിരി പറക്കലാണ്. പറയണം, അതിറക്കനായ അയാൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന ആളാണെന്ന് ഉറപ്പ്. കണ്ടെത്തിക്കഴിഞ്ഞു, നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഫ്രീ ആയിട്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കല്ലേ. നോക്കുമ്പോ ആരാ? 100 ഒട്ടകം സമ്മാനം തരുമെന്ന സമ്മാന പ്രഖ്യാപനം ഖുറൈശികളുടേത് കേട്ടിട്ട് ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നതിന്റെ ശേഷമായാലും അവരെ വാക്കാണ്, എങ്ങനെയെങ്കിലും മുഹമ്മദിനെ ഒന്ന് ഹാജരാക്കിയാൽ മതി. 100 ഒട്ടകം. ഈ മോഹത്തിൽ വന്നതാണ്. സ്കെൽറ്റ് ആയിരുന്നു, ഉയരം കൂടിയ മനുഷ്യനായിരുന്നു എന്നുമാണ്. സുറാഖത്ത് ഇബ്നു മാലിക് അൽ മുദ്ലജി. നമ്മൾ ഈ സംസാരം നടത്തുന്നതിന്റെ വെളിപ്പാട് അകലെയുള്ള മരുഭൂമിയിൽ അയാളുടെ വീടും നാടും ജാതകവും കുടുംബവിവരമൊക്കെ ഉണ്ടല്ലോ ചരിത്രത്തിൽ. അയാൾ അവിടുന്ന് രാവിലെ സുബഹിയുടെ വെളിച്ചം വെക്കുന്നതിന് മുൻപ് ഒട്ടകവുമായിട്ട് ഇങ്ങനെ പോകുന്ന രംഗം നാട്ടുകാർ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ സുറാഖക്ക് മനസ്സിലായി, ചരിത്രത്തിന്റെ വരികൾക്കിടയിലൂടെ വായിക്കണം. സുറാഖക്ക് മനസ്സിലായി, ഹുവ സാഹിബ് ഖുറൈശ്, ഖുറൈശികൾ തേടുന്ന ആളാണ്. അപ്പൊ ഇത് പറഞ്ഞ ആളോട് സുറാഖ പറയാ, അത് ഒട്ടകം കാണാഞ്ഞിട്ട് തെരഞ്ഞു പോകുന്ന മറ്റേ മേലേപ്പറമ്പിലെ കുഞ്ഞാമതും പോക്കലുമാണ്. എന്തിനാ സുറാഖ് അത് പറഞ്ഞത്? വേറുള്ളവർ ഇനി അതിലൂടെ സൈക്കിൾ എടുത്ത് വരാതിരിക്കാനാണ്. അതൊക്കെ വല്ലാത്ത ചരിത്ര വായനയിലെ കൗതുക. പക്ഷെ ഉടനെ അദ്ദേഹം അടുക്കളയിൽ പോയി തന്റെ ആവനാഴിയും മമ്പും വില്ലും റെഡിയാക്കി കുതിരപ്പുറത്ത് കയറിയാൽ നിലത്ത് കാലൂന്നാ മാത്രം വലിപ്പുണ്ടായിരുന്നു എന്നാണ് സുറാഖത്ത് ഇബ്നു മാലിക്.
മുദ്രിച്ച് അദ്ദേഹം അടുത്തെത്തി. അപ്പോഴും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആവനാഴിയിൽ നിന്ന് ആയുധം പുറത്തെടുത്തു. അള്ളാഹുവിനോട് അത്തരം ഘട്ടങ്ങളിലൊക്കെ അത്ഭുതകരമായ സംഭവം ഉണ്ടാവും. ദുആ ചെയ്തു. ആ ദുആ വല്ലാത്ത വാക്കല്ലേ, ഒരൊറ്റ സെക്കൻഡാണ്. ഈ കരിമ്പാറക്കെട്ടുകൾ ഇപ്പൊ ഇവിടെ വന്നാൽ തന്നെ അതൊക്കെ അറിയുള്ളൂ. ഉറച്ച മരുഭൂമിയാണ്, പാറക്കല്ലുകളാണ് നിറയെ. 1500 വർഷം പിന്നിട്ടിട്ട് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മളിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലം പോലും ഇനിയിപ്പോ സന്ദർശകരെ കൊണ്ടൊക്കെ ബൃഹത്തായി മാറും ഇപ്പോഴത്തെ കണ്ടീഷൻ. പക്ഷേ റസൂലുള്ളാഹിയുടെ ദുആ ഫലിച്ചു, അക്ഷരാർത്ഥത്തിൽ ഫലിച്ചു. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കുതിരയുടെ 2 മുൻകാലുകൾ മണ്ണിലേക്ക്, പാറക്കല്ലുകളിലേക്ക് താഴ്ന്നുപോയി. കാല് അനക്കാൻ കഴിയാതെ കുതിര ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് സംഗതി കുഴപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വാഭാവികമായും ഭയത്തിന്റെയും ബേജാറിന്റെയും വിഷമത്തിൽ തന്നെയാണ് ആ ദുആക്ക് ഉത്തരം കിട്ടി. 3 തവണ ആവർത്തിക്കുന്നുണ്ട്. സുറാഖ പറയുന്നത് യാദൃശ്ചികാന്ന് വിചാരിച്ച് ഞാൻ 2ാമതും 3ാമതും ട്രൈ ചെയ്തു. 3ാമത്തെ പ്രാവശ്യം എനിക്ക് ഉറപ്പായി ഇനി അടുക്കാൻ ശരിയല്ല. അമ്പ എടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ദൂരത്തേക്ക് സൂത്രത്തിൽ അമ്പ ചെയ്യാൻ. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സാരിക്ക് അമ്മൂക്കം പോയിട്ടുണ്ട്. ഇതാണ് റസൂലുള്ളാഹി ഇത് യഖൂലു ലി സ്വഹിബിഹി ലാ തഹ്സൻ. അവിടെ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു യഥാർത്ഥ മുഅ്മിൻ സിദ്ദീഖിന്റെ ഈമാനിലേക്ക് എത്തണം. പ്രതികൂലാവസ്ഥകൾ കാണുമ്പോൾ പ്രത്യേകമായി തുള്ളി ചാടിയില്ല, വിഷമാവസ്ഥകൾ കാണുമ്പോൾ ഒരു കുൽക്കും വരില്ല, എന്നാൽ സന്തോഷത്തിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക വെപ്രാളവും ഇല്ല. ഇതാണ് സിദ്ദീഖ്. സുറാഖത്തിന്റെ ആ അവസ്ഥ. അവസാനം റസൂലുള്ളാഹി ദുആ ചെയ്തു, അതിനെ രക്ഷപ്പെടുത്തി. അദ്ദേഹം പറയുന്നുണ്ട്, ദയവായി എനിക്ക് രക്ഷ തരണം, ഞാൻ ഇനി ഒന്നും ചെയ്യൂല എന്ന് മാത്രമല്ല, ഞാൻ തിരിച്ചു പോവാം. ഇപ്പൊ നമ്മള് കാറിലൂടെ കടന്നു വന്ന ആ വഴിയിലൂടെ ഞാൻ തിരിച്ചു പോയിട്ട് നിങ്ങളെ തെരഞ്ഞു വരുന്ന മുഴുവൻ അന്വേഷകന്മാരെയും ഞാൻ തിരിച്ചു വിട്ടോളാം. വേറെന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് തരണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അപ്പൊ റസൂലുള്ളാഹി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സുറാഖയുടെ മുഖത്ത് നോക്കി, എന്നെയും എന്റെ കൂട്ടുകാരനെയും കൊന്നുകളയാൻ വേണ്ടി ഖുറൈശികളുടെ 100 ഒട്ടകം മോഹിച്ച് അന്വേഷിച്ചു വരുന്ന സുറാഖ, നിന്റെ കൈത്തണ്ടയിൽ കിസ്റാ ചക്രവർത്തിയുടെ സുവർണ വളകൾ അണിയുന്ന ദിവസം വരും. എന്തായിരിക്കും അന്ന് നിന്റെ അവസ്ഥ? അത്ഭുത പ്രഖ്യാപനാണ്, പ്രവചനം. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഹുർമുസ് ചക്രവർത്തിയുടെ മകൻ കിസ്റ, ആ രാജാവിന്റെ സ്വർണ്ണ വളകളോ? അതെ, അത് നിന്റെ കൈകളിൽ അണിയുന്ന ഒരു ദിവസം വരും. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് അദ്ദേഹം പറയാ, എനിക്കൊരു ഉറപ്പ് തരണം, അന്ന് എന്നെ അങ്ങ് സഹായിക്കണം, ഇതിന് പകരം വീട്ടരുത്, ഒരു ഉറപ്പ് എഴുതി തരണം. റസൂലുള്ളാഹി സിദ്ദീഖിനോട് പറയുന്നുണ്ട് ഒരു തോൽക്കഷ്ണത്തിൽ എഴുതി കൊടുക്കാൻ. സുറാഖത്ത് ബിൻ മാലിക്കിനെ മുദ്രജിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതി മുദ്ര വെച്ചു കൊടുത്തു. ഇതും തിരിച്ചിട്ടാണ് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു പോകുന്നത്. എന്നിട്ട് അവിടെ മുഴുവൻ ചെന്ന് പറയുന്നുണ്ട്, ആ ഭാഗത്തൊന്നും ഞാൻ പോകണ്ട, അവിടെ മുഴുവൻ ഞാൻ ക്ലിയർ ചെയ്തതാണ്. എന്നിട്ട് ഏകദേശം റസൂലുള്ളാഹി സിദ്ദീഖും മദീനയിൽ എത്തിയെന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ സുറാഖ കഅബത്തിന്റെ മുറ്റത്ത് നിന്ന് പറയുന്നുണ്ട്, മിസ്റ്റർ അബൂജഹൽ. എന്നിട്ട് സുറാഖ അപ്പോഴേക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനൊക്കെ അതും തുടങ്ങി. അബൂജഹൽ വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കി. എന്നിട്ട് അബൂജഹലിന്റെ മുഖത്ത് നോക്കി അതിഗംഭീരമായ കവിത ചൊല്ലുന്നുണ്ട് സുറാഖ. എന്തിനാണ് അബൂജഹൽ ഇതിന് നടക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? കാലങ്ങൾ കഴിഞ്ഞു, വ്യാഴവട്ടങ്ങൾ കഴിഞ്ഞു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സയ്യിദുനാ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നായകത്വത്തിലുള്ള പട കിസ്റാ ചക്രവർത്തിയുടെ കൊട്ടാരത്തെ കീഴടക്കി അവിടെയുള്ള ആഭരണങ്ങളും സ്വർണ്ണ വളകളും മറ്റും പാക്ക് ചെയ്ത് മദീനയിൽ ഉമറുൽ ഫാറൂഖിന് കൊടുത്തയച്ചു. ഉമറുൽ ഫാറൂഖ് മദീനത്തെ പള്ളിയുടെ നിസ്കാര സ്ഥാനത്ത് അത് വിരിച്ചിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു വടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ മാറ്റി നോക്കുക ഇതിലെന്തൊക്കെയുള്ളത്. അപ്പൊ വളങ്ങിട്ട് കണ്ടപ്പോഴേ, അപ്പൊ ഈ കഥ സിദ്ദീഖിൽ നിന്ന് ആര് കേട്ടിട്ടുണ്ട്? ഫാറൂഖും കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. സുറാഖ, എവിടെ നമ്മുടെ സുറാഖ? അപ്പോഴേക്ക് വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ സ്വർണത്തിന്റെ ആദ്യം കിരീടം വെച്ചു കൊടുത്തു. കിസ്റാ ചക്രവർത്തിയുടെ കിരീടം
സുറാഖയുടെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ഓരോന്നും കൊടുത്തു. ആദരവായ റസൂലുള്ളാഹിയുടെ പ്രവചനത്തിന്റെ പ്രായോഗിക സാക്ഷാത്കാരത്തിന്റെ ആവിഷ്കാരാണത്. വളരെ കിട്ടുകൊടുത്തിട്ട് അതേ ചോദ്യം പിന്നീട് മുഴങ്ങുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് വകൈഫ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. സയ്യിദുനാ സുറാഖ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വളം എടുത്ത് കിരീടം കയ്യിൽ നിന്നെടുത്ത് ഫാറൂഖിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖദ് മനഅത ഹാദൽ മാൽ ഇലാ അഹബ്ബി നാസ് ഇലൈക. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസൂലുള്ളാഹിക്ക് നീ ഇതൊന്നും കൊടുത്തില്ല, അബൂബക്കർ സിദ്ദീഖിന് നീ കൊടുത്തില്ല. എനിക്കാണ് ഇതൊക്കെ കൂടെ തന്നിരിക്കുന്നത്. എനിക്ക് വഞ്ചനയിൽപ്പെട്ടു പോകും ഞാൻ. അതുകൊണ്ട് ഞാൻ ഇത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നു. വകൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. ചരിത്രത്തിന്റെ പഴയകാല ഓർമ്മകളെ കേട്ട് തഴമ്പിച്ച ചരിത്ര സ്ഥാനങ്ങളെ കണ്ടുകൊണ്ട് ഓർമ്മപ്പെടുമ്പോൾ ഒരു ബോധ്യം വേറെയാണ്. നമുക്കിതൊന്നും പോരാ ബോധ്യത്തിന്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ ആ സുറാഖത്ത് ഇബ്നു മാലിക് ബിൻ മുദ്ലജി അദ്ദേഹം പറയുന്നു, റൈറാബിയുൻ മിൻ ബനി മുദ്ലജിൻ അലാ റഅസിഹി താജു കിസ്റാ വസിവാറൈഹി. ബനൂ മുദ്ലജിലെ ഒരു അറാബിയുടെ ശിരസിൽ കിസ്റയുടെ കിരീടം വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു പുനരാവിഷ്കാരം ഹബീബായ റസൂലുള്ളാഹിയുടെ കൂടെ നമ്മുടെ എല്ലാവരുടെയും ഗുരു പരമ്പരകളുടെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗീയ പൂങ്കാവന ലോകത്ത് ആസ്വദിക്കാൻ അസ്ദിഖു ഫിൽ വാലി വസ്ദിഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ വാലി മിൻ അരിമി വന്നുൽ ഹമാമ വവന്നുൽ അൻകബൂതി അലാ ഖൈറിൽ ബരിയത്തി ലം തുൻസജ് വലം തഹ്മി. وقاية الله أغنت عن مضاعفة من الدروع وعن عالم من اللطم. അല്ലാഹുവിന്റെ കാവലുണ്ടായാൽ പടയെങ്കിലും പീരങ്കിയും പ്രശ്നമല്ല. ആ ഒരു ഈമാനിക കാവല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറകാത്ത് നമ്മെ പിന്തുടരട്ടെ. നമ്മൾ വെറും ഒരു ചരിത്ര സ്ഥാനം കാണാൻ വന്നതല്ല. ഇതിനേക്കാളും ഏറെ കൗതുകമുള്ള പല ചരിത്ര കാഴ്ചകളുമുണ്ട്. പക്ഷേ നമ്മുടെ കൽബകം റസൂലുള്ളാഹിയെ പിന്തുടരുന്നതാണ്. ഇന്നത്തെ ഈ 40 പേരുടെ ഈ ചരിത്ര അന്വേഷണ യാത്ര തുടരട്ടെ ഇൻഷാ അല്ലാഹ്. മാസങ്ങൾക്കകം ഈ ഒരു വലിയ യാത്ര മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമെന്ന് കേൾക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ സംഘത്തിൽ അണിചേരണമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല ഈ യാത്ര നമുക്ക് റസൂലുള്ളാഹിയുടെ കൂടെ ജീവിതം കൊണ്ട് സാഫല്യമാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.